8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ ദാത്തുൻ നിതാഖൈനി എന്ന പാഠം നാം കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇനി ഈ പാഠത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതാം എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ആ ചോദ്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ലിമ സ്വനഅത് അസ്മാ റളിയല്ലാഹു അൻഹ ത്വആമൻ. അസ്മാ റളിയല്ലാഹു അൻഹ എന്തിനാണ് ഭക്ഷണം ഉണ്ടാക്കിയത്? എന്തിനായിരുന്നു? പ്രവാചകനും അബൂബക്കറിനും ഹിജ്റ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയാണ്. സ്വനഅത് അസ്മാ റളിയല്ലാഹു അൻഹ ത്വആമൻ ലിയതനാവലഹു അർ-റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫി ഹിജ്റതിഹിമാ ഇലൽ മദീന. പ്രവാചകനും അബൂബക്കറും മദീനയിലേക്കുള്ള ഹിജ്റയിൽ കഴിക്കാൻ വേണ്ടിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ ഭക്ഷണമുണ്ടാക്കിയത്. സ്വനഅത്ത് അസ്മാ ഉണ്ടാക്കി, ത്വആമൻ ഭക്ഷണം, ലിയതനാവലഹു അത് കഴിക്കാൻ വേണ്ടി. ആര് കഴിക്കാൻ? അർ-റസൂലു വ അബൂബക്കർ, റസൂലും അബൂബക്കറും കഴിക്കാൻ വേണ്ടി. ഫി ഹിജ്റതിഹിമ അവരുടെ ഹിജ്റയിൽ, അവരുടെ ആ യാത്രയിൽ, ഇലൽ മദീന മദീനയിലേക്കുള്ള അവരുടെ ഹിജ്റയിൽ അവർക്ക് കഴിക്കാൻ വേണ്ടിയാണ് അസ്മാ ഭക്ഷണമുണ്ടാക്കിയത്. ബിമ ദഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹ. നബി അവൾക്ക് വേണ്ടി എന്താണ് പ്രാർത്ഥിച്ചത്? എന്തായിരുന്നു പ്രാർത്ഥിച്ചത്? സ്വർഗത്തിൽ 2 നിതാക്ക് പകരം കൊടുക്കണമെന്നായിരുന്നു അല്ലേ? ദഅൻ നബിയു ലിയുബ്ദിലഹ അല്ലാഹു തആല നിതാഖഹ നിതാഖൈനി ഫിൽ ജന്ന. ദഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, ലിയുബ്ദിലഹ അല്ലാഹു തആല അല്ലാഹു തആല അവൾക്ക് പകരം നൽകാൻ. എന്തിന് പകരം നൽകാൻ? നിതാഖഹ അവളുടെ ഈ നിതാഖിന് പകരം നൽകാൻ, നിതാഖൈനി 2 നിതാഖുകൾ പകരം നൽകാൻ, ഫിൽ ജന്നത്തി സ്വർഗത്തിൽ 2 നിതാഖുകൾ പകരം നൽകണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ബിമ ലുഖിബത് അസ്മാ റളിയല്ലാഹു അൻഹ ബിദാത്തിൻ നിതാഖൈനി. എന്തുകൊണ്ടാണ് അസ്മാഇന് ദാത്തുൻ നിതാഖൈനി എന്ന പേര് നൽകപ്പെട്ടത്? ബിമ ലുഖിബത് എന്തുകൊണ്ട് പേര് നൽകപ്പെട്ടു, ലഖബ് നൽകപ്പെട്ടു അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് ബിദാത്തുൻ നിതാഖൈനി, ദാത്തുൻ നിതാഖൈനി എന്ന പേര് എന്തുകൊണ്ടാണ് ഇവർക്ക് നൽകപ്പെട്ടത്? എന്തുകൊണ്ടായിരുന്നു? പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ലുഖിബത് അസ്മാ ബിദാത്തിൻ നിതാഖൈനി, അസ്മാ ദാത്തുൻ നിതാഖൈനി എന്ന പേര് വിളിക്കപ്പെട്ടു അസ്മയ്ക്ക് ബിദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പ്രാർത്ഥന കൊണ്ട്. ലഹ അവൾക്ക് വേണ്ടി നബി പ്രാർത്ഥിച്ചത് കൊണ്ട് അങ്ങനെ പേര് വിളിക്കപ്പെട്ടു. എന്ത് പ്രാർത്ഥിച്ചത് കൊണ്ട്? ബി അൻ യുബ്ദിലഹ അല്ലാഹു തആല നിതാഖഹ നിതാഖൈനി ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു അവളുടെ നിതാഖിനെ 2 നിതാഖായിട്ട് പകരം നൽകണമേ എന്ന് പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ട് അസ്മാഇന് ദാത്തുൻ നിതാഖൈനി എന്ന പേര് വിളിക്കപ്പെട്ടു. മാതാ കാലൽ ജദ്ദു ലിബ്നതിഹി. ജദ് ഉപ്പാപ്പ തൻ്റെ മകളോട്, അതായത് അസ്മാഇനോട് എന്താണ് പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? കാലൽ ജദ്ദു ലിബ്നതിഹി, ജദ് തൻ്റെ മകളോട് പറഞ്ഞു, ബി അന്ന അബാഹ ഖദ് ദഹബ ഇലൽ മദീനതി ബിമാലിഹി. അവളുടെ പിതാവ് മദീനയിലേക്ക് തൻ്റെ ധനവും കൊണ്ടാണ് പോയത് എന്നാണ് ഉപ്പാപ്പ മകളോട് പറഞ്ഞത്. കാലൽ ജദ്ദു ലിബ്നതിഹി, ജദ് തൻ്റെ മകളോട് പറഞ്ഞു, ബി അന്ന അബാഹ അവളുടെ പിതാവ് ഖദ് ദഹബ ഇലൽ മദീനത്തി മദീനയിലേക്ക് പോയിരിക്കുന്നു, ബിമാലിഹി തൻ്റെ ധനവുമായിട്ട്. കൈഫ സല്ലത്തിൽ ഫതാദു ജദ്ദഹ. എങ്ങനെയാണ് ആ യുവതി തൻ്റെ ജദ്ദിൻ്റെ ടെൻഷൻ മാറ്റിയത്? എങ്ങനെയാണ് ആശ്വസിപ്പിച്ചത് ജദ്ദിനെ? വളഅത്തിൽ ഫതാത്തു ഹസൻ ഫി ഖുവ്വതി അബിഹ. തൻ്റെ പിതാവിൻ്റെ പണപ്പെട്ടിയിൽ ആ യുവതി ഹസൻ ചരൽക്കല്ല് വെച്ചു. വ അൽഖത് അലൈഹി സൗബൻ, എന്നിട്ട് അതിൻ്റെ മേലെ ഒരു തുണി ഇട്ടു. വക്കാലത്ത് ലി ജദ്ദിഹ, എന്നിട്ട് ഉപ്പാപ്പയോട് പറഞ്ഞു, ബി അന്ന ഹാദാ മാലുൻ, ഇത് ധനമാണെന്ന് പറഞ്ഞു. തറക്കഹു വാലിദുഹ ലഹ, തൻ്റെ പിതാവ് തനിക്ക് വേണ്ടി ഉപേക്ഷിച്ച ധനമാണ് ഈ കാണുന്നത്, ഈ കൊട്ടയിലുള്ളത് എന്ന് അവർ പിതാമഹനോട് പറഞ്ഞു.
ഫരിഹൽ ജദ്ദു, അപ്പോൾ ജദ് സന്തോഷിച്ചു. ഹക്കദ സല്ലത്ത് ജദ്ദഹ, ഇങ്ങനെയാണ് അവർ തൻ്റെ പിതാമഹനെ ആശ്വസിപ്പിച്ചത്. കൈഫ തൊംഅന നബിയു സാഹിബഹു, എങ്ങനെയാണ് പ്രവാചകൻ തൻ്റെ കൂട്ടുകാരനെ സമാധാനിപ്പിച്ചത്? തൊംഅന, സമാധാനിപ്പിച്ചു. തൊംഅന നബിയു സ്വാഹിബഹു, നബി തൻ്റെ കൂട്ടുകാരനെ സമാധാനിപ്പിച്ചു. ഖായിലൻ, പറഞ്ഞുകൊണ്ട്, എന്ത് പറഞ്ഞുകൊണ്ട്? ബി അന്നല്ലാഹ മഅഹുമ, അള്ളാഹു തങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തൻ്റെ കൂട്ടുകാരനായ അബൂബക്കറിനെ സമാധാനിപ്പിച്ചു. ലാസ്റ്റ് ചോദ്യം, ഐന ദഹബത്തിൽ ഫതാതു ബിത്ത്വാമി, യുവതി ത്വാമം കൊണ്ട്, ഭക്ഷണവും കൊണ്ട് എങ്ങോട്ടേക്കാണ് പോയത്? എങ്ങോട്ടായിരുന്നു പോയത്? ദഹബത്തിൽ ഫതാതു ബിത്ത്വാമി ഇല ജബലി സൗർ, യുവതി ഭക്ഷണവും കൊണ്ട് സൗർ മലയിലേക്കാണ് പോയത്. അടുത്ത ചോദ്യം, ഐന വലഅത് അസ്മാ വലീദഹ, അസ്മ തൻ്റെ കുട്ടിയെ എവിടെയാണ് പ്രസവിച്ചത്? ഉത്തരം, വലഅത് അസ്മാ വലീദഹ ബി ഖുബ, ഖുബയിലാണ് അസ്മ തൻ്റെ കുട്ടിയെ പ്രസവിച്ചത്, ഖുബാ എന്ന സ്ഥലത്ത്. വലഅത് അസ്മ, അസ്മ പ്രസവിച്ചു, വലീദഹ തൻ്റെ കുട്ടിയെ ബി ഖുബ, ഖുബായിൽ. മസ്മുബ്നിഹ, അവളുടെ മകൻ്റെ പേരെന്തായിരുന്നു? ഇസ്മുബ്നിഹ അബ്ദുല്ലാഹിബിൻ സുബൈർ, അവളുടെ മകൻ്റെ പേര് അബ്ദുല്ലാഹിബിൻ സുബൈർ എന്നായിരുന്നു. മത്താ ഉലിദത്ത് അസ്മ, അസ്മ എപ്പോഴാണ് ജനിച്ചത്? ഉലിദത്ത് അസ്മ സനത്ത 27 ഖബലൽ ഹിജ്റ, ഹിജ്റക്ക് 27 വർഷങ്ങൾക്ക് മുമ്പാണ് അസ്മ ജനിച്ചത്. ഉലിദ അസ്മ, അസ്മ ജനിച്ചു സനത്ത 27 27 വർഷം, ഖബലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പ്. ഫി ഐ ആമിൻ ഹിജ്രിയിൻ തൂഫിയത് അസ്മ, അസ്മ ഹിജ്റ എത്രാം വർഷമാണ് മരണപ്പെട്ടത്? തൂഫിയ, മരണപ്പെട്ടു. തൂഫിയത് അസ്മ ഫി ആമി 73 മിനൽ ഹിജ്റ, ഹിജ്റ 73 വർഷം അസ്മ മരണപ്പെട്ടു. തൂഫിയത് അസ്മ, അസ്മ മരണപ്പെട്ടു. ഫി ആമി 73 73 വർഷം മിനൽ ഹിജ്റ, ഹിജ്റ 73 വർഷമാണ് അസ്മ മരണപ്പെട്ടത്. ഇങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്.